നമസ്കാരം. 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തെ ഞെട്ടിച്ച ദുരൂഹമായ ഒരു മരണം നടക്കുകയുണ്ടായി. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിന്നും നിധിൻ രാജ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി കോളേജിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിച്ചു എന്നുള്ളതായിരുന്നു ആ സംഭവം. ആ സംഭവത്തെ തുടർന്ന് പിന്നീട് പുറത്തു വന്ന വിവരങ്ങളെല്ലാം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കോളേജിലെ പ്രിൻസിപ്പളായ ഡോക്ടർ എം.കെ. റാം എന്ന് പറയുന്ന അധ്യാപകനും മറ്റു ചില സഹ അധ്യാപകരും കൂടി ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിധിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് നിധിൻ രാജിനെ ജാതീയമായി ഈ അധ്യാപകരെല്ലാവരും ചേർന്ന് അധിക്ഷേപിക്കുകയും അതിന് മുൻകൈയെടുത്തിരുന്നത്, ചുക്കാൻ പിടിച്ചിരുന്നത് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ എം.കെ. റാം എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് നിധിൻ രാജിന്റെ മരണത്തിന് ശേഷം സഹപാഠികളിൽ നിന്നും മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയതും അല്ലെങ്കിൽ കേട്ടറിഞ്ഞതുമായ വിവരങ്ങൾ ഇത് തന്നെയാണ്. നിധിൻ രാജിന്റെ മരണശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മടി കൂടാതെ, പേടി കൂടാതെ നിധിൻ രാജിന്റെ സഹപാഠികൾ പങ്കുവച്ചതും ഇങ്ങനെയുള്ളൊരു വിശേഷം തന്നെയായിരുന്നു. നിധിൻ രാജിനെ പോലെ തന്നെ ജാതീയമായി ഡോക്ടർ റാം പല കുട്ടികളെയും അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പല കുട്ടികൾക്കും മാനസികമായ രീതിയിലുള്ള ഒരു വലിയ പീഡനം തന്നെയായിരുന്നു ഡോക്ടർ റാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പല കുട്ടികളും പങ്കുവച്ചത്. എന്നാൽ നിധിൻ രാജിന്റെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ദുരൂഹമായ നിധിൻ രാജിന്റെ മരണത്തിന് ശേഷം ആത്മഹത്യയാണ് എന്ന് പറയുന്നു. അതിൽ ഇനിയും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരുള്ളൂ. എന്നാൽ നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡോക്ടർ എം.കെ. റാമിനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ എം.കെ. റാം ഒളിവിലുമായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയനും സാധിച്ചില്ല. പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡെന്റൽ കോളേജ് നിലനിൽക്കുന്നത്. അവിടെ ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മാസക്കാലത്തോളം ഡോക്ടർ എം.കെ. റാമിന് കർണാടകയിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമായി ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കേരള പോലീസ് അതിവിദഗ്ധമായി കർണാടകയിലെ കുടകിൽ നിന്നും എം.കെ. റാമിനെ ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ എം.കെ. റാം പുഷ്പം പോലെ കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവിടെ കോടതി അതിനിശിതമായി തന്നെ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കുന്നത് കാണാൻ കഴിഞ്ഞു. 3 മാസം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി ഒളിവിൽ കഴിഞ്ഞിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. കണ്ടെത്താൻ സാധിച്ചപ്പോഴാകട്ടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോടതി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണക്കറ്റ് വിമർശിച്ചതും. ആ ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് നിധിൻ രാജിന്റെ അഭിഭാഷകർ ജാമ്യാപേക്ഷ നൽകിയതും. കോടതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നിധിൻ രാജ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. അവിടെ വെച്ച് വീണ്ടും പോലീസ് വലിയ അബദ്ധം കാണിക്കുന്നു. നിധിൻ രാജിനെ വീണ്ടും കൈയോടെ കസ്റ്റഡിയിൽ എടുക്കുന്നു. വീണ്ടും നിധിൻ രാജിന്റെ അഭിഭാഷകൻ കോടതിയിലെത്തുന്നു. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നിധിൻ രാജിനെ വിട്ടയക്കുന്നു. എന്നാൽ ഇപ്പോൾ കോടതിയിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായ നിധിൻ രാജിനെ 5 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു കോടതി എന്നുള്ളതാണ് ഈ വിഷയവുമായി എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വാർത്താവിശേഷം. 3 മാസക്കാലത്തോളം ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുങ്ങി ഒഴിഞ്ഞു മാറി നടന്നിരുന്ന കോളേജിലെ പ്രിൻസിപ്പലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലീസും പ്രതിയും തമ്മിൽ ചില ഒത്തുകളി നടത്തിയതിന്റെ പേരിലാണ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയ റാമിന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പഴുതടച്ച അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാർ ഇപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ നിധിൻ രാജുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ എം.കെ. റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിടുമ്പോൾ 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി പോരെ എന്നാണ് കോടതി ചോദിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും അത് പോരാ, 5 ദിവസമെങ്കിലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടണം. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പുതിയ അന്വേഷണ സംഘം റാമിനെ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. പഴയ അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘം ആദ്യമായി തന്നെയാണ് റാമിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം. മാത്രമല്ല ചോദ്യം ചെയ്യലിനൊടുവിൽ വേണ്ടി വരികയാണെങ്കിൽ
ഈ നിതിൻ രാജിന്റെ മരണവുമായി തെളിവെടുപ്പിന് വേണ്ടി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് ഡോക്ടർ എം കെ റാമിനെ കൊണ്ടുപോകേണ്ടതായി വരും. അതുകൊണ്ട് 5 ദിവസം തന്നെ കസ്റ്റഡി അനുവദിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി അത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ജാതീയമായ അധിക്ഷേപത്തെ തുടർന്നാണ് നിതിൻ രാജ് മരണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു സർവകലാശാലയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാലയത്തിൽ ഒരു കലാശാലയിൽ ഒരു കുട്ടിക്കെതിരെയും അങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ആരെങ്കിലും ജാതീയമായി ഈ നൂറ്റാണ്ടിലും പെരുമാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറിയ ഈ യുഗത്തിലും പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും കർശനമായ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ അവർക്കെതിരെ കൈക്കൊള്ളേണ്ടത് തന്നെയാണ്. ഇവിടെ എം കെ റാം എന്ന് പറയുന്ന പ്രിൻസിപ്പൽ പറയുന്നു, താൻ ഒരിക്കലും അങ്ങനെ ജാതീയമായ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, താനും ഒരു പിന്നോക്ക ജാതിക്കാരൻ തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും താൻ ജാതീയമായി കുട്ടികളെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ താൻ ഒരു കർക്കശക്കാരനായ അധ്യാപകനായതിന്റെ പേരിൽ തന്റെ അത്തരം പ്രവർത്തന ശൈലികൾ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നല്ലാതെ താൻ ഒരിക്കലും ആരെയും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നിതിൻ രാജിനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് തന്നെ നിതിൻ രാജ് തങ്ങളോട് വ്യക്തമാക്കിയതായി പല കുട്ടികളും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിതിൻ രാജിനെ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ചില സഹ അധ്യാപകരും കൂടി ഇത്തരത്തോളം മാനസികമായി പീഡിപ്പിച്ചത്. അതിന്റെ ഒരു നൊമ്പരത്തിലാണ് നിതിൻ രാജ് കോളേജിന്റെ മുകളിലെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കൂടി സമഗ്രമായ ചോദ്യം ചെയ്യലും അന്വേഷണവും ആവശ്യമായി തന്നെ വരും. ഇനിയും കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും കലാലയത്തിലെ ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും ഇതിന് മാതൃകാപരമായ നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ നിയമവൃത്തങ്ങൾ നിയമ സംവിധാനങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിതിൻ രാജിനെ പോലുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ കൃത്യമായും അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവർക്കെതിരെ എടുക്കുന്ന നിയമ നടപടിക്രമങ്ങൾ കൃത്യമായി പഴുതട്ടതായി ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ എം കെ റാമിന് ജാമ്യം കിട്ടിയതുപോലുള്ള അവസ്ഥകൾ പിന്നീടും പല പ്രതികൾക്കും ഉണ്ടാകാം. ഒരു കാരണവശാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടരുത്. ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടികൾ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.